KKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 30 മുതൽ 40 വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട PSC ജോലി സാധ്യതകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു 30 വയസ്സിന് ശേഷം വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട്ടമ്മമാരല്ലാത്ത ജോലി ചെയ്യുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിൽ പോലും PSC പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ പോലും അതിനെക്കുറിച്ച് എത്ര ശതമാനം ജോലി സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 36 വയസ്സുവരെയാണ് പരീക്ഷ എഴുതാനുള്ള സാധ്യത എന്നുള്ള തെറ്റായ ധാരണ ആദ്യം തന്നെ നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ്. 36 വയസ്സിന് ശേഷവും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 30 വയസ്സിന് ശേഷം വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒരു 30 വയസ്സിന് ശേഷം കുട്ടികളെയൊക്കെ തന്നെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ അംഗൻവാടികളിലേക്കൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഫ്രീ ടൈം കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ പല വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, PSC പഠിക്കണമെന്നുണ്ട്, എന്നാൽ ഗവൺമെന്റ് ജോലി നേടണമെന്നുണ്ട്, എന്നാൽ അതിലേക്ക് ഇറങ്ങി വരാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും പഠിക്കണമെന്നുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങളിൽ പല കാര്യങ്ങളും പല ചിന്താഗതികളും മറ്റു പല പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ വ്യാപൃതരാകുന്നതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ കൂടുതലായിട്ട് അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള അഭിപ്രായക്കാർ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, PSC എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലി വാങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് PSC വഴി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതിന് 30 വയസ്സ് കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ 35 വയസ്സായി എന്നുകൊണ്ടോ 40 വയസ്സാകുന്നു എന്നുകൊണ്ടോ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ അറിവ് വളർത്താനുള്ള നിങ്ങളുടെ ശേഷി ഒരു കാരണവശാലും കുറഞ്ഞു പോകില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പോൾ ജോലിയോടൊപ്പം തന്നെ പഠിക്കാനുള്ള സമയം ഇല്ല എന്ന് പലരും പറയുന്നുണ്ടാവും. പക്ഷേ ജോലിയോടൊപ്പം തന്നെ പഠിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാറുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ജോലി ആവട്ടെ, മറ്റു ജോലികളാവട്ടെ, അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാവട്ടെ, എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ കൂടുതൽ സമയം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠനത്തിലേക്ക് ഇറങ്ങി വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പടിപടിയായിട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നിങ്ങൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് ഇറങ്ങേണ്ട ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നിങ്ങൾ കൂടുതലായിട്ടും രാവിലെ എണീക്കുന്ന ആൾക്കാരാണ് എങ്കിൽ വളരെ നേരത്തെ ഏൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും രാവിലെ നിങ്ങൾ 5 മണിക്ക് ഏൽക്കുന്നവരാണെങ്കിൽ ഒരു 4:30 ആകുമ്പോൾ ഏൽക്കുകയാണ് എങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സാധിക്കും. അപ്പോൾ ആ 3/4 മണിക്കൂർ രാവിലെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഫ്രീ ടൈമുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 36 വയസ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അവസരങ്ങളെല്ലാം തന്നെ വളരെ റെയർ ആയിട്ട് വരുന്ന അവസരങ്ങളായിരിക്കും. കാരണം വെച്ചാൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, IT ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെയാണ് പൊതുവെ ഇങ്ങനെയുള്ള 36 വയസ്സിന് ശേഷമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനറൽ കാറ്റഗറി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്നീട് അവസരങ്ങൾ വരുന്നത്. എന്നാൽ OBC SC/ST കാർക്ക് 41 വയസ്സ് വരെ 39-41 വയസ്സ് വരെയൊക്കെ അവർക്ക് ജനറൽ സാധാരണ നോർമൽ എക്സാമുകൾ എഴുതാവുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ 45 വയസ്സ് വരെയൊക്കെ അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തന്നെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 40 വയസ്സാകാറായി എന്നുള്ളത് 35 വയസ്സായി എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ വയസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യമാണ് പ്രധാനം.
ആ ലക്ഷ്യത്തെ കൃത്യമായിട്ട് മുൻനിർത്തിയുള്ള പഠന രീതി അവലംബിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ കാര്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സംശയങ്ങളുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാനും അതനുസരിച്ച് പഠനം അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാനും ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ഒരു പഠന രീതി മുൻപോട്ട് കൊണ്ടുപോകാനും എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ജോലി സാധ്യത ധാരാളമുള്ള ഒരു കാലഘട്ടമാണ് 30-നും 40-നും ഇടയ്ക്കുള്ളത്. അപ്പോൾ 30 കഴിഞ്ഞു അല്ലെങ്കിൽ 40 എടുക്കാറായി എന്നുള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജോലി സാധ്യത ഇല്ലാതാവുന്നില്ല. ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയുമുണ്ട്. ആ അവസരങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വരിക. നിങ്ങൾ എല്ലാ ലക്ഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും 30-നും 40-നും ഇടയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുത്ത് ഇനിയെങ്കിലും മുൻപോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള ഒരു ഉപദേശം. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ആ ഉപദേശം മനസ്സിലാക്കി എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇന്ന് തന്നെ പഠനത്തിലേക്ക് ഇറങ്ങി വരണം എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.